ആദ്യ പ്രണയലേഖനം. +2 പഠിക്കുമ്പോഴാണ് നാട്ടിൽ തന്നെയുള്ള ഒരകന്ന ബന്ധുവിൻ്റെ മകളുമായി കൂട്ടുകൂടുന്നത്. 5 വയസ്സ് മൂത്ത ചേച്ചിയുടെ പേര് രാധിക എന്നായിരുന്നു. നല്ല വായനാശീലമുള്ള ഒരാളായിരുന്നു ചേച്ചി. കഥയും കവിതയുമൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു. അതിനാലാവാം ഞങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തു. മിക്ക ദിവസങ്ങളിലും എന്നെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അടുത്തിരുന്ന് ഒരുപാട് സംസാരിക്കുമായിരുന്നു. തമാശകൾ പറഞ്ഞും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും കഥകൾ പറഞ്ഞുമൊക്കെ ഏറെ നേരം ഒപ്പം ചെലവഴിക്കും. ആദ്യമായി നെരൂദയുടെ കവിതകൾ വായിക്കാൻ തന്നത് രാധിക ചേച്ചിയായിരുന്നു. എഴുതിയ ചില കവിതകൾ ചേച്ചിക്ക് വായിക്കാൻ കൊടുക്കുമായിരുന്നു. നല്ല കവിതകളാണെന്നും ഇത് പ്രസിദ്ധീകരിക്കാനായി അയച്ചു കൊടുക്കണമെന്നും ആദ്യമായി പറഞ്ഞത് ചേച്ചിയായിരുന്നു. അറിയാതെ തന്നെ ഞങ്ങളിൽ ആഴമേറിയതും ദൃഢമായതുമായ ഒരു ബന്ധം രൂപപ്പെട്ടു. ഓരോ ദിവസവും ചേച്ചിയുടെ വരവിനായി കാത്തിരുന്നു. ഇത്ര മനോഹരമായി മനുഷ്യർക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് കുട്ടിയമ്മ കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ചേച്ചിയിൽ നിന്നുമായിരുന്നു. നല്ല ഉയരവും ഇളം തവിട്ട് നിറവും കൂട്ടുപുരികങ്ങളും കൈകാലുകളിലെ ചെമ്പൻ രോമങ്ങളുമായിരുന്നു ചേച്ചിയുടെ പ്രത്യേകത. ചേച്ചിയെ കണ്ടാൽ ഒരു ഉത്തരേന്ത്യക്കാരിയാണെന്നേ പറയൂ. രാധിക ചേച്ചിയുടെ സഹപാഠിയായിരുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ ഒരാളോട് ചേച്ചിക്ക് കടുത്ത പ്രണയമുണ്ടായിരുന്നു. അരുൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചേച്ചിയുടെ ഉറക്കം കെടുത്തിയ പ്രണയത്തെപ്പറ്റി ഒരിക്കൽ പോലും അരുണിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇനി അത് പറയാതെ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ പേരോ വിലാസമോ വയ്ക്കാതെ അരുണിനൊരു കത്തെഴുതാൻ ചേച്ചി തീരുമാനിച്ചു. ആ പ്രണയലേഖനം എഴുതാൻ ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടു. അത് സമ്മതിക്കുകയും ചെയ്തു. അന്ന് രാത്രി എന്നിലെ പ്രണയിനി ഉണർന്നു. കാട്ടുകടന്നൽ കൂടിളകിയ പോലെ ഒളിപ്പിച്ച പ്രണയത്തെ വരികളാക്കി. കുറച്ചു നേരത്തേക്ക് അയാളെ കാമുകനാക്കി. ആകാശത്തോടും കാറ്റിനോടും കടലിനോടുമൊക്കെ ഉപമിച്ചുകൊണ്ട് അയാളെ പ്രപഞ്ചമാക്കി. എഴുതുമ്പോൾ കൈവിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്നേഹത്തിൽ അതീവ ദുർബലയും സ്വാർത്ഥയുമാണെന്ന് വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. ഒരു പ്രണയലേഖനം കൊണ്ട് ഞാൻ അയാളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും എന്ന പോലെ നൈമിഷികമായ വൈകാരികാവസ്ഥയെ മറച്ചു പിടിച്ചുകൊണ്ട് കത്ത് രാധിക ചേച്ചിക്ക് കൊടുത്തു. പിറ്റേന്ന് രാധികേച്ചി കത്ത് പോസ്റ്റ് ചെയ്തു. MA മലയാളം ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ അരുൺ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നായിരുന്നു രാധിക ചേച്ചി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. ക്ലാസ്സിലെ കൂട്ടുകാരോട് ആരോടെങ്കിലും തൻ്റെ കത്തിനെക്കുറിച്ച് പറയുമോ എന്ന് ശ്രദ്ധിച്ചു. പക്ഷേ അതുണ്ടായില്ല. അരുണിൽ ഒരു മാറ്റവും കാണാതിരുന്നതിനാലും വിലാസം വയ്ക്കാതിരുന്നതിനാൽ കത്തിൻ്റെ ഉടമയെ അറിയാനുള്ള സാധ്യത ഇല്ലാതിരുന്നതുകൊണ്ടും ദിവസം ചെല്ലുന്തോറും പ്രതീക്ഷയ്ക്കൊപ്പം അരുണിനോടുള്ള ചേച്ചിയുടെ പ്രണയവും വറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ ഉള്ളിൽ ആശങ്കയും ആകാംക്ഷയും കൂടിക്കൂടി വന്നു. കത്തയാൾക്ക് കിട്ടിയിട്ടുണ്ടാകുമോ? അരുണത് വായിച്ചു കാണുമോ? അയാളുടെ മനസ്സിൽ എന്തായിരിക്കും? അങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിൽ കെട്ടുപിണഞ്ഞു കിടന്നു. ഓരോ നിമിഷവും അയാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും അയാളെന്ന ചിന്ത എന്നെ തടവിലിട്ടു. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് അയാളെ കാണാൻ ആഗ്രഹിച്ചു. രാധികേച്ചിയെ ഒരിക്കൽ പോലും അയാൾ തിരിച്ചറിയരുതേ എന്ന് ആഗ്രഹിക്കാൻ മാത്രം സ്വാർത്ഥത ഉള്ളിൽ നിറഞ്ഞു. ചിലപ്പോഴൊക്കെ ഈ ലോകത്തെ മുഴുവൻ വെറുക്കുന്ന സമയത്ത് തന്നെ അതിശക്തമായി പ്രണയിക്കപ്പെടാനും ആഗ്രഹിച്ചു. പക്ഷേ വേരുകളറ്റുപോയൊരു പരാത സസ്യം പോലെ ലോകത്തു നിന്നും പറിച്ചെറിയപ്പെട്ടവളായി എന്ന തോന്നൽ തളർത്തി. അപകർഷതാബോധത്തിനും ജീവിതത്തിൻ്റെ കഠിനവുമായ അനുഭവങ്ങൾക്കുമിടയിൽ അരുണിനെ ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. അതിനിടയിൽ രാധികേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ചേച്ചി നാട്ടിൽ നിന്നും പോയി. അതോടെ ഒറ്റപ്പെടലിൻ്റെ ആഴം കൂടി. സമയം നിശ്ചയിക്കപ്പെട്ട ഏകാന്ത തടവുകാരിയെപ്പോലെ ഓർമ്മകളിൽ മാത്രം ജീവിച്ചു. അരുണിന് എഴുതിയ അനാഥമായ പ്രണയലേഖനം ശ്വാസകോശത്തിൽ തടഞ്ഞ കുപ്പിച്ചില്ല് പോലെ ഉള്ളിൽ തറഞ്ഞു കിടന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം വളരെ യാദൃച്ഛികമായാണ് അരുണിനെ കാണാനിടയായത്. കണ്ടതും അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അടുത്തു വന്ന് ഏറെ നേരം സംസാരിച്ചു. പലതും പറഞ്ഞ് പിരിയാൻ നേരം അരുൺ ചോദിച്ചു, പണ്ട് എനിക്കൊരു കത്തെഴുതിയിരുന്നു. അത് കേട്ടതും
ആത്മാഭിമാനം രണ്ടായി പിളരുന്നതുപോലെ തോന്നി. തൊണ്ട വരണ്ടു. അത് ഞാൻ എഴുതിയ കത്താണെന്ന് അരുൺ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാകും? പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കത്തിന് പിന്നിലെ സത്യാവസ്ഥ അരുണിനെ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ആ കത്ത് എനിക്ക് വേണ്ടി എഴുതിയതല്ലെന്നും ചേച്ചിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടും അയാളത് വിശ്വസിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഞാൻ എഴുതിയതാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടം എന്ന് പറയുകയും ചെയ്തു. ആ കത്ത് ഞാൻ എഴുതിയതാണെന്നറിഞ്ഞപ്പോൾ മുതൽ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കനത്ത ഞെട്ടലായിരുന്നു. ഇന്നും അയാൾ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന അറിവ് സന്തോഷിപ്പിക്കുന്നു. ചില ഇഷ്ടങ്ങൾക്കും ഓർമ്മകൾക്കുമൊക്കെ എന്തൊരു നിഗൂഢ സൗന്ദര്യമാണല്ലേ. അയാളോട് ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ അയാളിലുണ്ടാകാം, പക്ഷേ അതൊരിക്കലും ചോദിക്കില്ല എന്ന് മാത്രം പറയുന്നു.